ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ പുസ്തകങ്ങളെയും അടുത്തറിയാനും അപഗ്രഥിക്കാനും നാം എവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. മക്കബായരുടെ പുസ്തകത്തിൻ്റെ പഠനത്തിലൂടെ നാം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മക്കബായരുടെ ഒന്നാം പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം, അതിൻ്റെ അവസാന ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചു കഴിഞ്ഞു. അവിടെ റോമ സാമ്രാജ്യവുമായി മക്കബായർ ഏർപ്പെടുന്ന ഒരു സമാധാന സൈനിക ഉടമ്പടിയുടെ വിവരങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ സമാധാന സൈനിക ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഒരു സഖ്യകക്ഷി എന്ന നിലയിൽ റോമ സാമ്രാജ്യത്തെ സംരക്ഷിക്കാനും സൈനിക സഹായം നൽകാനും മക്കബായർക്കും യൂദയായ്ക്കും ബാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ റോമ സാമ്രാജ്യത്തിൻ്റെ ശത്രുക്കളായി പരിഗണിക്കാനും യാതൊരുവിധ സഹായവും അവർക്ക് ചെയ്ത് കൊടുക്കാതിരിക്കാനുമുള്ള ബാധ്യതയും യഹൂദർക്കും മക്കബായർക്കുമുണ്ട്. അതുപോലെ തന്നെ തിരിച്ചും റോമക്കാർ മക്കബായരെയും യഹൂദരെയും സഖ്യകക്ഷികളായി പരിഗണിക്കുകയും അവരുടെ ശത്രുക്കളെ തുരത്തുന്നതിന് യൂദയായ്ക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് കൂടെ നിൽക്കുകയും ചെയ്യും. മക്കബായരുടെ ശത്രുക്കളെ റോമക്കാർ ശത്രുക്കളായി പരിഗണിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിശക്തമായ ഒരു ശാസന ദെമിത്രിയൂസ് രാജാവിന് റോമിൽ നിന്നും നൽകപ്പെടുകയുമാണ്. ചുരുക്കത്തിൽ മക്കബായരുടെ കാലത്ത് റോമ സാമ്രാജ്യവുമായി നടത്തിയ ഈ സൈനിക ഉടമ്പടി, ഈ നയതന്ത്ര ബന്ധം ഒരു വിജയമായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കും. കാരണം അതുവഴി നിരന്തരം അവരെ അലട്ടിക്കൊണ്ടിരുന്ന യവന സാമ്രാജ്യത്തിൻ്റെ ഭീഷണിയെ ഒരു പരിധിവരെ തടയാൻ മക്കബായർക്ക് സാധിച്ചു. പക്ഷേ ഇതിന് മറ്റൊരു തലമുണ്ട്. അത് ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ തുടർന്നു നിൽക്കുന്ന ഒരു തലമാണ്. ഇസ്രായേൽ എപ്പോഴെല്ലാം ഇത്തരത്തിൽ ഒരു വൈദേശിക ശക്തിയുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുകയോ സൗഹൃദത്തിലാവുകയോ ചെയ്തിട്ടുണ്ടോ, അപ്പോഴെല്ലാം താൽക്കാലികമായി അവർക്ക് ഒരു സൈനിക സംരക്ഷണവും വിജയവും ലഭിക്കുന്നുണ്ട് എങ്കിലും പിന്നീട് ഇതേ സൗഹൃദ രാഷ്ട്രം അവർ ആരുമായി സഖ്യത്തിലേർപ്പെട്ടോ അതേ സൗഹൃദ രാഷ്ട്രം ഇവരെ കൊള്ളയടിക്കുകയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്ന ചരിത്രത്തിൻ്റെ തനിയാവർത്തനങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അസീറിയ എന്ന സാമ്രാജ്യവുമായി സൗഹൃദം സ്ഥാപിക്കാനും അവരുടെ ഒരു സഖ്യകക്ഷിയായി തീരാനും വേണ്ടി ഒരുമ്പിട്ടിറങ്ങുന്ന ആഹാസ് എന്ന രാജാവിൻ്റെ കഥ യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവമായ കർത്താവിനെ ആശ്രയിക്കേണ്ടതിന് പകരം, ഇസ്രായേലിൻ്റെ നാഥനും രക്ഷാകർത്താവുമായ ദൈവത്തെ ആശ്രയിക്കേണ്ടതിന് പകരം വിദേശ രാഷ്ട്രങ്ങളും വിദേശ ശക്തികളുമായി സഖ്യത്തിലേർപ്പെട്ട ആഹാസിനെ
യെശയ്യാ പ്രവാചകൻ നിശിതമായി വിമർശിക്കുകയും അത്തരമൊരു സഖ്യത്തിലേക്ക് പോകരുത് എന്ന് പറയുകയും ചെയ്യുന്നത് യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. പിന്നീട് ഈ അസീറിയൻ സാമ്രാജ്യം അവർക്ക് തന്നെ, ഇസ്രായേൽക്കാർക്ക് തന്നെ ഒരു ശത്രു രാജ്യമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആദ്യകാലത്ത് ഇസ്രായേൽ എന്ന വടക്ക് ഭാഗത്തെ രാജ്യത്തെ തകർത്ത് കളയുന്ന അസീറിയൻ സാമ്രാജ്യമാണ്. പിന്നീട് സെന്നാകെരീബിൻ്റെ നേതൃത്വത്തിൽ അവർ യൂദയായ്ക്കെതിരെയും തിരിയുന്നത് നമുക്ക് കാണാം. ഇതുപോലെ യൂദയ രാജാവായിരുന്ന ഹെസക്കിയായുടെ കാലത്ത് ഹെസക്കിയ രോഗബാധിതനായപ്പോൾ ബാബിലോണിൽ നിന്നും ഒരു പ്രതിനിധി സംഘം ഹെസക്കിയ രാജാവിനെ രോഗശയ്യയിൽ വന്ന് കാണാനും മറ്റുമായി വരുന്നു. അവരെ ഹെസക്കിയ രാജാവ് ആദരപൂർവ്വം സൗഹാർദ്ദപൂർവ്വം സ്വീകരിച്ച് ദേവാലയവും ദേവാലയത്തിൽ സൂക്ഷിക്കപ്പെട്ടിരുന്ന സർവ്വ വിലപിടിപ്പുള്ള വസ്തുക്കളും പാത്രങ്ങളും തൻ്റെ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സകല ആയുധ പുരകളും മുഴുവൻ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയവും യെശയ്യാ പ്രവാചകൻ കൃത്യമായി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഹെസക്കിയ രാജാവിന്, നീ ചെയ്യുന്നത് തെറ്റാണ്. ബാബിലോണുമായിട്ടുള്ള സഖ്യവും സൗഹൃദവും ആത്യന്തികമായി നിങ്ങൾക്ക് വിനാശമായി തീരും. പിന്നീട് ചരിത്രം അത് സാക്ഷ്യപ്പെടുത്തി. ആദ്യകാലത്ത് അങ്ങേയറ്റം സഖ്യത്തിലുണ്ടായിരുന്ന ബാബിലോണാണ് പിന്നീട് യൂദയായെ ആക്രമിക്കുകയും ജെറുസലേം എന്ന നഗരത്തെ തകർത്ത് കളയുകയും ചെയ്യുന്നത്. ജെറുസലേം ദേവാലയത്തിൽ ഹെസക്കിയ രാജാവ് കാണിച്ചു കൊടുത്ത വിലപിടിപ്പുള്ള സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിതമായ മുഴുവൻ പാത്രങ്ങളും പിന്നീട് ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറിൻ്റെ കാലത്ത് വന്ന് കൊള്ളയടിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. പിന്നീട് ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇത്തരത്തിൽ യഹൂദർ ഒരു വിജാതീയ സാമ്രാജ്യവുമായി രാഷ്ട്രവുമായി രാഷ്ട്രീയ സഖ്യത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നത് അവർക്ക് വിനയായിത്തീരുന്ന ചരിത്രമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതിന് ഏറ്റവും അടുത്ത ഉദാഹരണമാണ് ഈ മക്കബായർ ഏർപ്പെട്ടിരിക്കുന്ന റോമാക്കാരുമായിട്ടുള്ള സഖ്യം. നമുക്കറിയാം, ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ AD 70 ഇതേ റോമൻ സാമ്രാജ്യമാണ് ഇസ്രായേലിനെ, യൂദയായ ജെറുസലേമിനെ തകർത്ത് തരിപ്പണമാക്കുന്നത്. AD 70 റോമൻ സാമ്രാജ്യമാണ് ജെറുസലേം ദേവാലയത്തെ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം തകർത്ത് കളഞ്ഞത്. ഏതാണ്ട് അതിനും ഒരു നൂറ്റാണ്ട് മുൻപേ റോമക്കാർ ജെറുസലേമിൻ്റെ മേൽ, യൂദയായുടെ മേൽ അധികാരം സ്ഥാപിക്കുകയും അവരുടെ ഗവർണർമാരെ വെച്ച് ഭരണം നടത്തുകയും ചെയ്തിരുന്നു എന്നും നമ്മൾ ഓർക്കണം. അപ്പോൾ ചുരുക്കത്തിൽ യൂദാസ് മക്കബേയൂസും മക്കബായരും ഇപ്പോൾ ഏർപ്പെടുന്ന ഈ സമാധാന ഉടമ്പടി, റോമുമായി നടത്തുന്ന ഈ സഖ്യ ഉടമ്പടി പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അവർക്ക് അനുകൂലമാണ് എങ്കിലും പിന്നീട് അത് വലിയൊരു ദുരന്തമായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റോമുമായിട്ടുള്ള സഖ്യ ഉടമ്പടി ഉണ്ടായി. തൽക്കാലത്തേക്ക് ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷം വരുന്നു. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. മക്കബായരിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തനായ പോരാളി യൂദാസ് മക്കബേയൂസിൻ്റെ മരണത്തിലേക്ക് നയിക്കുന്ന മറ്റൊരു സംഘർഷത്തെക്കുറിച്ചാണ് അടുത്ത അധ്യായത്തിൽ, 9-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. സെലൂക്യർക്കെതിരെയുള്ള മക്കബായ ചെറുത്തുനിൽപ്പിൻ്റെ ചരിത്രത്തിലെ നിർണായക സംഭവങ്ങൾ ഈ 9-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാം. മക്കബായ ചരിത്രത്തിലെ കറുത്ത അധ്യായമായിരുന്നു. ധീരനായ നായകൻ
യൂദാസ് മക്കബേയൂസിൻ്റെ മരണം. യൂദാസ് മക്കബേയൂസ് നടത്തിയ ഐതിഹാസികമായ പടയോട്ടങ്ങൾക്ക് ഇതാ ഇവിടെ വിരാമമാകുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോനാഥാൻ ഭരണത്തിലേക്ക് കടന്നു വരുന്നു. ഈ സംഭവവികാസങ്ങൾ നമുക്ക് 9-ാം അധ്യായത്തിൽ വായിക്കാം. ദീർഘമായ ഒരു അധ്യായമാണ് 9-ാം അധ്യായം. 73 വചനങ്ങൾ ഉള്ള ഒരു അധ്യായമാണ്. അതിൻ്റെ ഘടന, അതിൻ്റെ ഉള്ളടക്കം ഒന്ന് ചെറുതായി സൂചിപ്പിക്കാം, അത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങളിൽ ബെക്കിദസ് എന്ന സൈനിക തലവനും രാജാവും അൽക്കിമൂസ് എന്ന പ്രധാന പുരോഹിതനും യൂദയായ്ക്കെതിരെ നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ മക്കബായ സൈന്യം എപ്രകാരമാണ് ചിതറിക്കപ്പെട്ടത്, പരാജയത്തോടടുക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളിലാണ് യൂദാസ് മക്കബേയൂസിൻ്റെ പരാജയവും മരണവും വിവരിച്ചിരിക്കുന്നത്. 9-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങളിൽ ജനം അവരുടെ പ്രിയ നായകൻ, നേതാവ് യൂദാസ് മക്കബേയൂസിന് നൽകുന്ന വിട വാങ്ങലിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദാസ് മക്കബേയൂസിൻ്റെ മരണശേഷം സഹോദരൻ ജോനാഥാൻ എപ്രകാരമാണ് ഭരണത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയുന്നു. 9-ാം അധ്യായത്തിന് 32 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ ജോനാഥൻ്റെ നേതൃത്വത്തിൽ നടത്തിയ യുദ്ധങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 50 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങളിൽ ജെറുസലേമിൽ ബെക്കിദസ് പണിയുന്ന കോട്ടകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 57 വരെയുള്ള തിരുവചനങ്ങളിൽ യഹൂദനായിരുന്നിട്ടും യഹൂദർക്ക് നാശം മാത്രം വരുത്തിവെച്ച അൽക്കിമൂസ് എന്ന പ്രധാന പുരോഹിതൻ്റെ മരണത്തെക്കുറിച്ച്, ദാരുണമായ മരണത്തെക്കുറിച്ച് വിവരിക്കുന്നു. 9-ാം അധ്യായത്തിൻ്റെ 58 മുതൽ 61 വരെയുള്ള തിരുവചനങ്ങളിൽ യൂദയായിലെ അധർമ്മികൾ, യൂദയായിലെ മതത്യാഗികൾ കൂടിയായിരുന്ന അധർമ്മികൾ നടത്തുന്ന ഗൂഢാലോചനകളെക്കുറിച്ച് പറയുന്നു. ഈ അധ്യായത്തിൻ്റെ അവസാന ഭാഗം 62 മുതൽ 73 വരെയുള്ള വാക്യങ്ങളിൽ ബെക്കിദസിൻ്റെ മേൽ മക്കബായർ നേടുന്ന ആധികാരികമായ വിജയത്തെക്കുറിച്ച് കൂടെ സൂചിപ്പിക്കുന്നു. നമുക്കിതിൽ ആദ്യ ഭാഗത്തേക്ക് വരാം. മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. ബെക്കിദസും അൽക്കിമൂസും യൂദയായ്ക്കെതിരെ പടപ്പുറപ്പാട് നടത്തുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. നമുക്ക് ആ വചനഭാഗം ഒന്ന് വായിക്കാം. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്ന് അറിഞ്ഞപ്പോൾ ദെമിത്രിയൂസ് ബെക്കിദസിനെയും അൽക്കിമൂസിനെയും യൂദാദേശത്തേക്ക് വീണ്ടും അയച്ചു. തൻ്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോടുകൂടെ വിട്ടു. അവർ ഗിൽഗാലിലേക്കുള്ള വഴിയിലൂടെ പോയി മെസാലോത്തിനെതിരെ അർബേലായിൽ പാളയമടിച്ചു. അത് കൈവശപ്പെടുത്തി അനേകം പേരെ വധിച്ചു. 152-ാം ആണ്ട് 1-ാം മാസം അവർ ജെറുസലേമിനെതിരെ പാളയമടിച്ചു. അനന്തരം അവർ 20,000 ഭടന്മാരോടും 2,000 കുതിരപ്പടയാളികളോടും കൂടെ അവിടെ നിന്ന് ബെരയായിലേക്ക് നീങ്ങി. നിക്കാനോറും സൈന്യവും യുദ്ധത്തിൽ പരാജിതരായി എന്ന് അറിയുന്ന ദെമിത്രിയൂസ്, അഥവാ യൂദാസ് മക്കബേയൂസും കൂട്ടരും നിക്കാനോറിനെ രണാങ്കണത്തിൽ വെച്ച് കൊലപ്പെടുത്തി
സൈന്യം അപമാനിതരായി പിന്തിരിഞ്ഞോടേണ്ടി വന്നു എന്നറിയുന്ന ദെമിത്രിയോസ് തീർച്ചയായും ക്രുദ്ധനായി തീരുകയാണ്. പ്രതികാരം ചെയ്യണം എന്ന ആഗ്രഹം അയാളിൽ ഉളവെടുക്കുകയാണ്. അങ്ങനെ മക്കബായർക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിന്, അവരെ നശിപ്പിക്കുന്നതിനായി വീണ്ടും രണ്ടാളുകൾ നിയോഗിക്കപ്പെടുന്നു, ബെക്കിദസും അൽക്കിമോസും. ആരൊക്കെയാണ് ഈ ബെക്കിദസും അൽക്കിമോസും എന്ന് ഇതിന് മുൻപുള്ള ക്ലാസ്സുകളിൽ വിശദമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും 7-ാം അധ്യായം വായിച്ച് വ്യാഖ്യാനിച്ച സമയത്ത് ഞാനതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഓർമ്മ പുതുക്കാൻ വേണ്ടി വളരെ ഹ്രസ്വമായി ഒന്ന് പറയാം. ജെറുസലേം ദേവാലയം മക്കബായരുടെ നേതൃത്വത്തിൽ നവീകരിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്ത സമയം മുതൽ അവിടെ പ്രധാന പുരോഹിതന്മാരുണ്ടായിരുന്നു. മക്കബായരുടെ പുസ്തകത്തിൽ പേരെടുത്ത് പരാമർശിക്കപ്പെടുന്ന ഇപ്രകാരമുള്ള പ്രധാന പുരോഹിതന്മാരിൽ ഒരാളാണ് അൽക്കിമോസ്. മക്കബായരുടെ 2-ാം പുസ്തകത്തിൻ്റെ സാക്ഷ്യമനുസരിച്ച് ദെമിത്രിയൂസ് രാജാവാകുന്നതിന് മുൻപ് തന്നെ അൽക്കിമോസ് പ്രധാന പുരോഹിതനായിരുന്നു. എന്നാൽ 1-ാം പുസ്തകത്തിൻ്റെ സാക്ഷ്യമനുസരിച്ച് ദെമിത്രിയൂസിൻ്റെ കാലത്താണ്, ദെമിത്രിയൂസ് രാജാവാണ് അൽക്കിമോസിനെ പ്രധാന പുരോഹിതനായിട്ട് നിയമിക്കുന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തം, ജെറുസലേം ദേവാലയത്തിലെ പ്രധാന പുരോഹിത സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു അൽക്കിമോസ്. അൽക്കിമോസിനെ മഹാപുരോഹിതനായി, പ്രധാന പുരോഹിതനായി നിയമിക്കുന്നത് ഈ സംഘർഷത്തിൻ്റെ, യവനരും മക്കബായരും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ മതപരമായ മാനത്തിലുള്ള പ്രധാനമായ ഒരു നിർണായകമായ ഒരു വികാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. നിയമനിഷേധികളുടെയും ദൈവനിഷേധികളുടെയും അധർമ്മികളുടെയും നേതാവായിട്ടാണ് അൽക്കിമോസിനെ മക്കബായ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നത്. ഇസ്രായേലിലെ നിയമനിഷേധകരും അധർമ്മികളുമായ എല്ലാവരും അവനോട് ചേർന്നു. പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച അൽക്കിമോസ് ആയിരുന്നു അവരുടെ നേതാവ്. അവർ ജനങ്ങൾക്കെതിരെ ഭരണസന്നിധിയിൽ ഇപ്രകാരം കുറ്റാരോപണം നടത്തി എന്ന് 7-ാം അധ്യായത്തിൽ മക്കബായ ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. അതായത് അൽക്കിമോസ് പ്രധാന പുരോഹിതനാകാൻ മോഹിച്ച് നടന്ന അർഹതയില്ലാത്ത വ്യക്തിയായിരുന്നു. ഈ മോഹവുമായി അദ്ദേഹം ഒരു വിജാതീയ രാജാവായ, യവന രാജാവായ ദെമിത്രിയൂസിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് സ്വന്തം രാജ്യത്തെയും സ്വന്തം ജനത്തെയും ഒറ്റുകൊടുത്തിട്ടാണ് അയാൾ ഈ അധികാരം, ഈ സ്ഥാനം നേടിയെടുക്കുന്നത്. മാത്രവുമല്ല, അക്കാലത്ത് അദ്ദേഹത്തോടൊപ്പം ദൈവത്തെ നിഷേധിച്ച, തോറായെ നിഷേധിച്ച, ദൈവിക കൽപ്പനകളെ നിഷേധിച്ച അനേകം യഹൂദരും ആ കൂടെ ചേർന്നു എന്നുള്ളതാണ് മക്കബായ ഗ്രന്ഥകാരൻ പറയുന്നത്. ആരായിരുന്നു ഇനി ബെക്കിദസ്? അപ്പോൾ അൽക്കിമോസ് പ്രധാന പുരോഹിതനായിരുന്നു, തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിലും പ്രധാന പുരോഹിതനായി മാറിയ വ്യക്തിയായിരുന്നു. ബെക്കിദസിനെ കുറിച്ച് മക്കബായ ഗ്രന്ഥകാരൻ പറയുന്നത് ഇപ്രകാരമാണ്: തൻ്റെ സുഹൃത്തുക്കളിൽ ഒരുവനും നദിക്ക് അക്കരെയുള്ള പ്രദേശത്തെ ഭരണാധിപനുമായ ബെക്കിദസിനെ രാജാവ് തിരഞ്ഞെടുത്തു. അവൻ രാജ്യത്ത് സുസമ്മതനും രാജാവിനോട് വിശ്വസ്തനുമായിരുന്നു. അതായത് യൂദയായിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും മക്കബായരെ തോൽപ്പിക്കാനും ആയിട്ട് നിയോഗിക്കപ്പെടുന്ന ബെക്കിദസ് യൂഫ്രട്ടിസ് നദിയുടെ മറുകരയിലുള്ള പ്രവിശ്യയുടെ ഗവർണറായി നിയോഗിക്കപ്പെടുന്നു. അതിനു മുമ്പ് അയാൾ രാജാവിൻ്റെ, ദെമിത്രിയൂസ് രാജാവിൻ്റെ സുഹൃത്തായിരുന്നു, രാജാവിന് സുസമ്മതനായിരുന്നു, യൂഫ്രട്ടിസ് നദിക്ക് അക്കരെയുള്ള ഭരണത്തെ ഗവർണറുമായിരുന്നു. ഇത്തരത്തിലുള്ള ബെക്കിദസ് അൽക്കിമോസും യൂദയായ്ക്കെതിരെ, യൂദാസ് മക്കബേയൂസിനെതിരെ, മക്കബായർക്കെതിരെ
അടുത്ത ഒരു യുദ്ധത്തിനുള്ള സന്നാഹം ഒരുക്കി രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നു, രാജാവ് തൻ്റെ ദക്ഷിണ പാർശ്വസേനയെയും അവരോട് കൂടെ വിട്ടു എന്നാണ് പറയുന്നത്. ദക്ഷിണ പാർശ്വസേന എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ഡക്കിസിയോൺ കേറാസ് അഥവാ വലതുവശത്തെ കൊമ്പ് എന്നാണ് അക്ഷരാർത്ഥം. അതായത് സൈന്യത്തിലെ ഏറ്റവും ശക്തമായ വിഭാഗം എന്നർത്ഥം. യുദ്ധത്തിൽ രാജാവിൻ്റെ വലതുഭാഗത്ത് നില ഉറപ്പിക്കുന്ന ഏറ്റവും ശക്തരായ സൈനിക നിരയാണിത്. അവരെയാണ് മക്കബായരെ അടിച്ചൊതുക്കുന്നതിന് വേണ്ടി ബെക്കിദസിനോടും അൽക്കിമോസിനുമൊപ്പം രാജാവ് ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. അതായത് അതിശക്തമായ ഒരു സൈന്യമാണ് ഇപ്പോൾ മക്കബായർക്കെതിരെ കടന്നു വരുന്നത്. ഈ സൈന്യത്തെ നേരിടാൻ മക്കബായർക്ക് സാധിക്കുന്നില്ല എന്നതാണ് തുടർന്നു വരുന്ന വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് മക്കബായരുടെ 1-ാം പുസ്തകത്തിൻ്റെ 9-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ ഈ യുദ്ധം എപ്രകാരമായിരുന്നു എന്ന് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ യൂദാസ് 3000 ധീരയോദ്ധാക്കളുമായി എലാസായിൽ പാളയമടിച്ചിരിക്കുകയായിരുന്നു. ശത്രു സൈന്യത്തിൻ്റെ സംഖ്യാബലം കണ്ട് അവർ അത്യധികം ഭയപ്പെട്ടു. വളരെ പേർ പാളയം വിട്ട് ഓടിപ്പോയി. 800 പേർ മാത്രം അവശേഷിച്ചു. തൻ്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നെന്നും കണ്ടപ്പോൾ യൂദാസിൻ്റെ മനസ്സിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം, അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷേ അവർ അവനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നമുക്കതിന് കഴിവില്ല, ജീവൻ രക്ഷിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ സഹോദരരുമായി വന്ന് അവരോട് പിന്നീട് യുദ്ധം ചെയ്യാം. ഇപ്പോൾ നമ്മൾ വളരെ കുറച്ചു പേരേയുള്ളൂ. എന്നാൽ യൂദാസ് പറഞ്ഞു, ശത്രുവിനെ ഭയന്ന് നാം പലായനം ചെയ്തുകൂടാ. സമയമായെങ്കിൽ സഹോദരന്മാർക്കു വേണ്ടി ധീരതയോടെ നമുക്ക് മരിക്കാം. നമുക്ക് മാനക്കേടുണ്ടാകാൻ ഇടയാകരുത്. ഇതുവരെ മക്കബായർ നടത്തിയ ചെറുത്തുനിൽപ്പുകളിലെ ഏറ്റവും ഗതികെട്ട ഒരു അവസ്ഥയിലേക്ക് അവർ വന്നിരിക്കുന്നത് ഇപ്പോഴാണ്. ബാബിലോണിയൻ കലണ്ടർ അനുസരിച്ച് 142-ാം ആണ്ടിലാണ്, അഥവാ BC 160 ഏപ്രിൽ ആണ് ഈ യുദ്ധം നടക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദെമിത്രിയോസ് രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്തരായ വലിയൊരു സൈന്യനിര തന്നെ ബെക്കിദസ് എന്ന ഗവർണറുടെയും അൽക്കിമോസ് എന്ന പ്രധാന പുരോഹിതൻ്റെയും നേതൃത്വത്തിൽ യൂദയായ്ക്കെതിരെ മക്കബായർക്കെതിരെ വരികയാണ്. അസംഖ്യം വരുന്ന യവന പട്ടാളക്കാർ. അവരോട് ഏറ്റുമുട്ടാൻ കേവലം 3000 പേരുടെ സൈന്യം മാത്രമാണ് യൂദാസ് മക്കബേയൂസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അകലെ നിന്ന് തന്നെ ഈ സെലൂക്യരുടെ യവനന്മാരുടെ സൈന്യം കടന്നു വരുന്നത് കണ്ടപ്പോൾ, അവരുടെ സംഖ്യാബലം കണ്ടപ്പോൾ, അവരുടെ സൈന്യത്തിൻ്റെ ശക്തി കണ്ടപ്പോൾ, എണ്ണം കണ്ടപ്പോൾ, മക്കബായരുടെ കൂടെ ഉണ്ടായിരുന്ന 3000 പേരിൽ നിന്ന് 2200ഓളം പേർ ഓടിപ്പോവുകയാണ്. ഒരു യുദ്ധത്തിലേക്ക് ഏറ്റുമുട്ടുന്നതിന് മുൻപ് തന്നെ പട്ടാളക്കാരുടെ സിംഹഭാഗം ചിതറിയോടുകയാണ്. കേവലം 800 പേർ മാത്രമാണ് ഇനി യൂദാസ് മക്കബേയൂസിൻ്റെ
കൂടെയുള്ളത്. ഈ 800 പേർ യൂദാസ് മക്കബേയൂസിൻ്റെ നേതൃത്വത്തിൽ 100,000 പേരുള്ള സെലൂക്യ സൈന്യത്തെ നേരിട്ടാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് യൂദാസിൻ്റെ മനസ്സിടിയുന്നത്. തൻ്റെ സൈന്യം ചിതറിപ്പോയെന്നും യുദ്ധം ആസന്നമായിരിക്കുന്നെന്നും കണ്ടപ്പോൾ യൂദാസിൻ്റെ മനസ്സിടിഞ്ഞു. കാരണം അവരെ പുനഃസംഘടിപ്പിക്കാൻ സമയമുണ്ടായിരുന്നില്ല. അവൻ വിവശനായി. എങ്കിലും ശേഷിച്ചവരോട് അവൻ പറഞ്ഞു, നമുക്ക് ശത്രുവിനെ നേരിടാം, അവരെ ചെറുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. സർവ്വസൈന്യാധിപനായ മക്കബായ വിപ്ലവത്തിൻ്റെ കരുത്തുറ്റ പോരാളിയുടെ മനസ്സിടിയുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഈ യുദ്ധത്തിന് എന്ത് സംഭവിക്കുമെന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമാക്കാം.